ഹലോ ഗൈസ്, നമ്മുടെ വെയിൽ ടെയിൽ സീബ്രാസിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വെറും സിമ്പിളായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു ഫിഷ് ടാങ്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് കാണിക്കുന്നത്. നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു 50 ലിറ്ററിന്റെ ചെറിയൊരു ബേസിനാണ് എടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ ചെറിയ ആമസോൺ സോഡിന്റെ ഒരു തൈയും എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ബേസിന്റെ അടിയിൽ നമ്മുടെ സാധാ മുറ്റത്തൊക്കെ കാണുന്ന ഒരു കല്ലാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഈ കല്ല് നടുക്ക് ചെറിയ ഗ്യാപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ പ്ലാന്റ് എടുത്ത് അതിന് നടുക്ക് വെക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ആയിട്ട് ഒരു എക്കോസിസ്റ്റം അവർക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവർക്ക് വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഡയറക്റ്റ് അതിന്റെ മണ്ടേ വിളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് കലങ്ങും. അതുകൊണ്ട് ജസ്റ്റ് ഒരു കപ്പിലെടുത്തിട്ട് അതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ പതുക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റോൺ നല്ല രീതിക്ക് കരിവിയതാണ് കേട്ടോ. അതിനകത്ത് കെമിക്കലോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. സ്റ്റോൺ നല്ല മരയത്തൊക്കെ കടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് ആ സ്റ്റോൺ ഇരിക്കുന്നത്. അപ്പൊ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കലങ്ങാൻ പാടില്ല. കലയും കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഫിഷിനെ ഇടാക്കൂല, 2 ദിവസം കഴിയേണ്ടി വരും. അതുപോലെ ഈ വെള്ളം ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോഴിപ്പോണ്ട് ഉണ്ടായിരുന്നു. ആ കോഴിപ്പോണ്ടിയിലാണ് ഞാൻ ഈ വെള്ളം എടുത്തേക്കുന്നത്. കാരണം കണ്ടീഷനായ വെള്ളം വേണം. ഇങ്ങനെ വെള്ളം ഇല്ലാത്തവര് ജസ്റ്റ് ഒരു ബക്കറ്റ് 2 ദിവസം വെള്ളം പിടിച്ച് വെച്ചിരുന്നാലും മതി. എന്നിട്ട് പതുക്കെ നമ്മുടെ വെയിൽ ടെയിൽ സീബ്രാസിനെ ഇതിനകത്തോടെ ആഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ മെയിൽസിനെ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഇവര് ഫീമെയിൽസിനെ ഇട്ട് ഇതിനകത്ത് ബ്രീഡ് ആവും. ബ്രീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കുട്ടികളെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊരു 4 പീസ് വെയിൽ ടെയിൽ സീബ്രാസിനെ ഇട്ടിട്ടുണ്ട്. ഇവന്മാർ ഇതിനകത്ത് സുഖമായി കടന്നോളും.